കന്യാകുമാരി ജില്ലയിൽ ദേശീയ പാർട്ടികളെ അപ്രസക്തമാക്കുമെന്ന വിളവൻകോട് മണ്ഡലത്തിലെ ടി.വി.കെ സ്ഥാനാർത്ഥി മൈക്കിൾ കുമാർ. ടി.വി.കെ ഇഫക്റ്റ് ഇല്ലെന്ന് മുൻപ് പറഞ്ഞവർ ഇപ്പോൾ മാറ്റി പറയുന്നു. വിജയുടെ നേതൃത്വത്തിൽ ടി.വി.കെ അധികാരത്തിലെത്തുമെന്നും മൈക്കിൾ കുമാർ പറഞ്ഞു. വിളവൻകോട് നിന്ന് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ തന്നെ കേരളവുമായി അതിർത്തി പങ്കിടുന്ന വിളവങ്കോട് അടക്കമുള്ള അല്ലെങ്കിൽ കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് മണ്ഡലത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിലുണ്ട്. അത് ടി.വി.കെയുടെ വരവാണ്, വിജയുടെ വരവാണ്. വിജയ് കന്യാകുമാരിയിൽ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ വിളവങ്കോട് മണ്ഡലത്തിലെ ടി.വി.കെ സ്ഥാനാർത്ഥി മൈക്കിൾ കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു പുതിയ കക്ഷി, പക്ഷേ ഒരു പെരിയ കക്ഷി, എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഒരു പുതിയ കക്ഷി പറയുന്നതിനേക്കാളും ദളപതി അവരുടെ ആ സിനിമ അഭിനയിക്കുന്ന കാലം മുതലേ അതിന്റെ ഫാൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് മക്കൾ ഇയക്കത്തിലിരിക്കുമ്പോൾ ചെയ്തിട്ട് കളയിൽ ഇന്ന് രാഷ്ട്രീയത്തിൽ ഭയങ്കര വൻകട ഒരു പാർട്ടിയാണ്. ഇന്ന് ഇവിടെ 10-70 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളൊക്കെ ഇവിടെ ഒരു കണക്കല്ല. അതിൽ അവരൊക്കെ ഇതോടെ പുറത്തു പോവുകയാണ്. 2026 എന്ന് പറയുന്നത് ദളപതി വിജയുടെ ഭരണമാണ്. ഈ സാധാരണ നമ്മൾ മറ്റ് കക്ഷികളുള്ള ആളുകളുമായി സംസാരിക്കുമ്പം അവരെല്ലാം പറഞ്ഞത് ഈ തെക്കൻ തമിഴ്നാട്ടിൽ, അതായത് കന്യാകുമാരി ജില്ലയിൽ ടി.വി.കെ ഇഫക്റ്റ് ഇല്ല എന്നാണ്. പക്ഷേ നമ്മൾ ആ റോഡ് ഷോ കണ്ടു, കന്യാകുമാരിയിലെ റോഡ് ഷോ കണ്ടിരുന്നു. വലിയ ആളുകൾ ഇളകിയ ഒരു റോഡ് ഷോ ആയിരുന്നു അത്. ഈ പറഞ്ഞവരൊക്കെ തന്നെ തിരിച്ചു പറയുന്നു. 40-50% മുകളിൽ വോട്ട് കന്യാകുമാരിയിലും വിജയ് പിടിക്കുമെന്നാണ് പറയുന്നത്. ഈ വിളവങ്കോട് അതിലൊരു സാക്ഷിയാണ്. ഇവിടെ ഞാൻ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഈ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ഈ കേരളത്തിൽ വിജയ്ക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ കേരളത്തിൽ നിന്നൊക്കെയുള്ള പ്രവർത്തകരൊക്കെ എത്തിയിരുന്നു ഇവിടെ, വിജയ് ആരാധകരൊക്കെ എത്തിയിരുന്നോ? തീർച്ചയായിട്ടും എത്തിയിരുന്നു. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഭയങ്കര ആഘോഷമാണ്. നമ്മുടെ കൂടെ വന്ന് എല്ലാ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയാണ്. ഇവിടെ ദേശീയ രാഷ്ട്രീയങ്ങളൊക്കെ തവിടുപൊടി ആക്കിക്കൊണ്ട് വിജയുടെ ടി.വി.കെ ഇവിടെ ഒരു സക്സീഡ് പൊസിഷനിലാണ് വരുന്നത്. വിളവങ്കോട് മണ്ഡലത്തിൽ ടി.വി.കെയുടെ റോഡ് ഷോ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ്. ഒരു വിസിലടിക്കുന്ന ഒരു ഗ്രഹനാഥൻ. കടുത്ത വിജയ ആരാധകനാണോ? അതെ. എത്ര വർഷമായിട്ട് വിജയ് സിനിമകൾ കാണുന്നു? മാത്രമല്ല എത്ര വർഷമായിട്ട് വിജയ് സിനിമകൾ ഞാൻ വിജയുടെ ഒരു ആരാധകനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് ഞാൻ പാർട്ടി എന്ന് പറഞ്ഞാൽ വേറെ പാർട്ടിക്കാരനാണ്. പക്ഷെ എനിക്ക് അത് ഇപ്പൊ താല്പര്യമില്ല. ഞാൻ വിജയിൽ വന്നു. ആർക്ക് കൂട്ടി? മൈക്കിൾ കുമാറിന്. അപ്പൊ ഏതായാലും ഈ ചേട്ടൻ ഇങ്ങനെ ടി.വി.കെയുടെ റോഡ് ഷോ കടന്നു പോകുമ്പോൾ ഈ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് വിസില്, വിജയുടെ ചിഹ്നം, പാർട്ടിയുടെ ചിഹ്നം വിസിലാണ്. ആ വിസിൽ ഇങ്ങനെ മുഴക്കുകയായിരുന്നു. ആ കൗതുകം കൊണ്ടാണ് ഞങ്ങൾ ഈ ചേട്ടനെ ഇപ്പോൾ സംസാരിച്ചത്. അതായത് മൈക്കിൾ കുമാറാണ് നമ്മളോടൊപ്പം ചേർന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ കന്യാകുമാരി അടക്കമുള്ള സ്ഥലങ്ങളിൽ വിജയ് ഇഫക്റ്റ് ഉണ്ടാകും, ടി.വി.കെ 2026 ഒരു നിർണായക ശക്തിയാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്യാമറാമാൻ സിറിലിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 കന്യാകുമാരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.